വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ തുടങ്ങി. അപ്പോൾ തുടങ്ങിയ ആദ്യ ദിവസവും വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. ആഗോള അയ്യപ്പ സംഗമം ആഗോളമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. കാരണം ഇരിപ്പിടങ്ങളിൽ അധികവും ശൂന്യമാണെന്നുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും സംഘപരിവാരത്തെയും കാര്യമായി കടന്നാക്രമിക്കാൻ വിമർശിക്കാനും ശ്രമിച്ചത് മറ്റൊരു ശ്രദ്ധേയമായ സംഗതിയായി. മറ്റൊന്ന്, അതിൽ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നല്ല, അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശം മന്ത്രി വി എൻ വാസവൻ ആ ഉദ്ഘാടന ചടങ്ങിനകത്ത് വായിച്ചു. രണ്ട് നിലക്കാണ് ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച നടപടി വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതിലൂടെ സംഘപരിവാരത്തെയും ബി ജെ പിയെയും വെട്ടിലാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നതാണ് സി പി എം കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ. കാര്യം, ഈ സംഗമത്തെ ബി ജെ പി തുറന്നെതിർക്കുന്ന ഘട്ടത്തിലാണ് യോഗിയുടെ ഒരു ആശംസാ സന്ദേശം വരുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥിനെ പോലെ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ആശംസാ സന്ദേശമെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും സി പി എമ്മിനെതിരെ ഈ സമയം ആഞ്ഞടിക്കുന്നുണ്ട്. ആ നിലക്ക് സംഗമം തുടങ്ങിയപ്പോഴും വിവാദങ്ങൾക്ക് കുറവില്ല. ഇനി ഈ സംഗമം കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം? ഈ വിവാദങ്ങളെയൊക്കെ മറികടന്ന് സർക്കാർ പറയുന്നത് പോലെയുള്ള നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഈ സംഗമം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ആദ്യ ദിവസം പ്രധാനപ്പെട്ട സെഷനുകൾ ഈ സമയം അവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഉദ്ഘാടന സെഷൻ പല നിലക്ക് ശ്രദ്ധേയമായി. അപ്പോൾ ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമടക്കം ഇന്നത്തെ വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മൊത്തം ക്ഷണിച്ചത് 4200-ലധികം ആളുകളെയാണ്. അത് ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുമ്പ് ഈ വിർച്വൽ ക്യൂവിന് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഫോൺ നമ്പറോ ഇമെയിൽ വഴിയാണ് ഇരിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയ്യപ്പ ഭക്തന്മാരായ സ്ഥിരമായി അല്ലെങ്കിൽ അയ്യപ്പ ശബരിമലയിൽ തീർത്ഥാടനം നടത്തുന്ന ആളുകൾ തന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ ലക്ഷ്യമായി സർക്കാർ പ്രഖ്യാപിച്ചത് ലോകത്തിന് മുമ്പിൽ ശബരിമലയുടെ പ്രാധാന്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതിനുശേഷം അത് വിശദീകരിക്കുമ്പോൾ പറയുന്നത്, അതോടൊപ്പം തന്നെ ഈ സംഗമത്തിൽ ശബരിമലയുടെ വികസന കാര്യങ്ങളും ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും ശബരിമലയിലെ വികസന കാര്യങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടി ടേക്ക് എടുത്തുകൊണ്ട് അവരുടെ ഒപ്പീനിയൻ കൂടി കേട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രണ്ട് ലക്ഷ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പരിപാടിയാണ് ശബരിമല അയ്യപ്പ സംഗമം. കാരണം നമ്മൾ മുമ്പോടെ വിശദീകരിച്ചിട്ടുണ്ട്, ശബരിമല കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള, വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് തന്നെ, ഇതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത്, മധ്യകേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് വരുന്ന വഴി അർത്തുങ്കൽ പള്ളിയിൽ കാണിക്കയിടുന്നു. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ വാവര് പള്ളിയിൽ പ്രദക്ഷിണം വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ സർവ്വമത സമന്വയത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യേണ്ടത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥയിൽ. മറ്റൊന്ന്, ഈ തീർത്ഥാടകരുടെ എണ്ണം സംബന്ധിച്ച് അതിലെല്ലാവരും പങ്കെടുത്തിട്ടില്ല. 625 പേരോ മറ്റോയാണ് പങ്കെടുത്തെന്ന് തോന്നുന്നു, കൃത്യം എണ്ണം എനിക്ക് ഓർമ്മയില്ല. അതായത് ക്ഷണിക്കപ്പെട്ടവരിൽ പകുതി പേർ പോലും പങ്കെടുത്തിട്ടില്ല. അത് സാധ്യവുമല്ല. കാരണം ആഗോള സംഗമം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലോകത്തിന് 16 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുമെന്നൊക്കെയാണ് വി എൻ വാസവൻ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അതൊക്കെ എത്രമാത്രം സാധ്യമാവും? ആളുകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരുമോ? അങ്ങനെ ഇപ്പോൾ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് പോലെ ലോക കേരള സഭയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ വരാറുണ്ട്. പക്ഷെ അതുപോലെ അയ്യപ്പ ഭക്തന്മാർ ഇങ്ങനെയൊരു സമ്മിറ്റിന് വേണ്ടി ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. അതിന് ലോജിസ്റ്റിക്സ് തന്നെ പ്രശ്നമാണ്. കാരണം രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ വിമർശനം ഉയരുന്ന കാര്യങ്ങൾ മറ്റു ചിലതാണ്. ഒന്ന്, സി പി എം ഇതിനെ വിശദീകരിച്ചത്, ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, സി പി എം ഇതിനെ വിശദീകരിച്ചത് ഒരു സർക്കാർ പരിപാടിയല്ല, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്നാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊരു സർക്കാർ പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് പിണറായി വിജയനും വി എൻ വാസവൻ്റെയും ഫോട്ടോയാണ്. അതിൽ അയ്യപ്പൻ്റെ ചിത്രം എവിടെയെന്ന് പ്രതിപക്ഷം കളിയാക്കുന്നുണ്ട്. അതൊരു വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതൊരു സർക്കാർ പരിപാടി അല്ലെങ്കിൽ അതൊരു തീർത്ഥാടക പരിപാടി അല്ലെങ്കിൽ തീർത്ഥാടക സംഘമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെയും വി എൻ വാസവൻ്റെയും ഫോട്ടോയുടെ ആവശ്യമേ ഇല്ല. അതിൽ അയ്യപ്പൻ്റെ പടമാണ് വേണ്ടത്. അപ്പോൾ ആ വാദം ദുർബലമാവുകയാണ് അത്തരം ഫ്ലെക്സുകൾ കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇന്ന് അവിടെ നടന്ന പരിപാടി ശ്രദ്ധിച്ചു നോക്കുക. അവിടുത്തെ പ്രധാനപ്പെട്ട അതിഥി ആരാണ്? മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടകനാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. ഇപ്പോൾ പളനിവേൽ ത്യാഗരാജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ട്.
മഹാരാഷ്ട്രയിൽ നിന്ന് മന്ത്രിയുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട അതിഥിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നേരെയാണ് വെള്ളാപ്പള്ളി നടേശനെയാണ്. മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തിയാൽ തൊട്ടുടനെ വെള്ളാപ്പള്ളി കൊളുത്തുന്നു. അതിനുശേഷമാണ് NSSൻ്റെ പ്രതിനിധി വിളക്ക് കൊളുത്തുന്നത്. അതിനുശേഷമാണ് തമിഴ്നാട് മന്ത്രിമാർ വിളക്ക് കൊളുത്താൻ വരുന്നത്. അവിടെ ഞാൻ വായിച്ച വാർത്തകളിൽ കൃത്യമാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പളനിവേൽ ത്യാഗരാജ് അദ്ദേഹത്തെ പ്രസംഗിക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തി സ്റ്റേജ് വിട്ടുപോയി. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി പ്രസംഗിച്ച് കഴിഞ്ഞിട്ടും ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം ആരാണ് പ്രസംഗിക്കുന്നത്? വെള്ളാപ്പള്ളി അല്ല. വെള്ളാപ്പള്ളി ജനപ്രതിനിധിയല്ല, അതൊരു സമുദായ സംഘടന നേതാവാണ്. അപ്പോൾ പളനിവേൽ ത്യാഗരാജൻ ആരാണ്? അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ് സംസാരിപ്പിക്കാൻ. അദ്ദേഹം അതിൽ മുഷിഞ്ഞു എന്നാണ് ഒരു റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി നടത്തുന്ന സംഗമമാണോ എന്ന് തോന്നിപ്പോകും. രാവിലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണോ അത് നടത്തിയത്? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണെങ്കിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്ന സമുദായത്തിന് വേണ്ടിയാണോ അത് നടത്തിയത്? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം കടന്നു വരുന്നത്. ഇതൊരു സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടി തന്നെയായിരുന്നു. അതല്ല, വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്ന സമുദായത്തെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉയരുന്ന അവിടെയാണ്. അതിന് CPMന് CPMൻ്റേതായ കാരണം ഉണ്ടാവും, സർക്കാരിൻ്റേതായ കാരണം ഉണ്ടാവും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ CPMൽ നിന്ന് ഒലിച്ച് BJPയിലേക്ക് പോയി എന്നുള്ള വളരെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് പാർട്ടിയുള്ളത്, സർക്കാരുമുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടാണോ അത് പരിഹരിക്കേണ്ടത്? അതുപോലെ വേറെ രീതിയിൽ രാഷ്ട്രീയമായി അതിനെ നേരിടുകയാണോ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പം ഈഴവ വോട്ട് ബാങ്ക് CPMൽ നിന്ന് BJPയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടി ഈഴവർ ധാരാളമായി വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി ആ വോട്ട് ബാങ്ക് തടഞ്ഞു നിർത്താം എന്നാണോ സർക്കാരും പാർട്ടിയും ചിന്തിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു തെറ്റായ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുക. അതിൻ്റെ കാരണം CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയ കാരണം ഉണ്ടാവും, അതിന് സാമൂഹികവും വർഗീയവുമായ കാരണങ്ങളുണ്ടാവും, സാമുദായികമായ കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണോ വേണ്ടത്? അതല്ലാതെ ആ സമുദായത്തിൻ്റെ ഒരു നേതാവിനെ കൊണ്ടുവന്നിരുത്തി ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ വോട്ട് പോകാതിരിക്കും എന്ന് CPM കരുതുന്നുണ്ടോ? അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ആരെയൊക്കെയാണ് അതിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ VN വാസവൻ തന്നെ ആരെയൊക്കെ വിളിക്കും, ആരൊക്കെയാണ് അതിലേക്ക് ക്ഷണിക്കുക? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ വരും എന്നാദ്യം പറഞ്ഞു, പിന്നെ സ്റ്റാലിൻ വരില്ല, സ്റ്റാലിൻ 2 മന്ത്രിമാരാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പല തീർത്ഥാടകരും ശബരിമലയിലേക്ക് വരാറുണ്ട്. ആ സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നോ? നമുക്കറിയില്ല. ഇപ്പോൾ കുറഞ്ഞ പക്ഷം തെക്കേ ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും വിളിച്ചോ? തെലങ്കാന, ആന്ധ്ര, കർണാടക വിളിച്ചിരുന്നോ? അറിയില്ല. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഒരു മറുപടി ക്ഷണത്തിനുള്ളൊരു നന്ദി കത്ത് VN വാസവൻ ആ സ്റ്റേജിൽ വായിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം സെയ്ഫ് പറഞ്ഞ പോലെ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, BJPയും കോൺഗ്രസും ഈ അയ്യപ്പ സംഗമത്തോട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. BJP അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഒരു എവിടെയും തൊടാത്തൊരു നിലപാട്, പോകുന്നവർക്ക് പോകാം, ഞങ്ങൾ പോകുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരില്ല എന്നുള്ള ഉറപ്പാണ് വിളിച്ചാലും. അപ്പോൾ BJP ഈ പരിപാടി ബഹിഷ്കരിച്ചാലും കണ്ടോ, യോഗി ഞങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കത്ത് വായിച്ചിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം മന്ത്രി VN വാസവൻ വായിക്കുകയാണ്. ഇവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ BJP ഇതിനോട് പങ്കെടുക്കും എന്ന് CPMോ സർക്കാരോ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ BJPയുടെ ഒരു പിന്തുണയോടെ ഒരു ആഗോള അയ്യപ്പ സംഗമം CPM നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? BJPയുടെ സഹകരണത്തോടെ, അങ്ങനെ സഹകരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഹകരണത്തോടെ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യാൻ ആവശ്യമായ ഒരു അയ്യപ്പ സംഗമം സർക്കാർ ഇവിടെ നടത്താം, അങ്ങനെ നടത്തുന്നതിൽ തെറ്റില്ല എന്നാണോ CPM കരുതുന്നത്? എങ്കിൽ ശബരിമല മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേകമായി കോട്ട് ചെയ്തിട്ടുള്ള ഈ വിശ്വമാനവികത, മതാതീത മാനവികതയ്ക്ക് എതിരല്ലേ അത്? യോഗി ആദിത്യനാഥ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയവും ശബരിമലയുടെ രാഷ്ട്രീയവും ഒത്തുപോകുന്നതാണോ? ശബരിമലയുടെ ദർശനവുമായി ഒത്തുപോകുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അത് വിശദീകരിക്കേണ്ട CPM ആണ്. പിന്നെ എന്തിനാണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് അഭിമാനപൂർവ്വം ആ സ്റ്റേജിൽ VN വാസവൻ പറയുന്നത്? അപ്പോൾ യോഗി വന്നിരുന്നുവെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, അദ്ദേഹം വരാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു ക്ഷണത്തിനും നന്ദി പറഞ്ഞിട്ട് കത്തയച്ചു, അദ്ദേഹം വരുവാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും സന്ദേശവും എന്തായിരിക്കും? അത് CPMും സർക്കാരും വിശദീകരിക്കണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിപാടി അതിൻ്റെ പ്രഖ്യാപിത ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയായിരിക്കെ തന്നെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ലക്ഷ്യം മറ്റെന്താണ് എന്ന് തെളിയിക്കുന്ന ഒന്നായി അതിൻ്റെ പ്രകടനമായി മാറിയിട്ടുണ്ട് ഇതുവരെയുള്ള അയ്യപ്പ സംഗമത്തിൻ്റെ ഇതുവരെയുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും പാർട്ടിയും വേറെ തന്നെ മറുപടി പറയേണ്ടതാണ്. നൗഫൽ, എങ്ങനെയാണ് ഇതുവരെയുള്ള
നീക്കങ്ങളെ ഇന്ന് തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ കാണുന്നത്? ഒരു പശ്ചാത്തലം നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ പൊതുവെ ഈ ആരാധനാലയങ്ങൾ കൈയടക്കാൻ വേണ്ടിയുള്ള വർഗീയ തീവ്ര ശക്തികളുടെ ശ്രമങ്ങൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ കൈയടക്കാൻ വേണ്ടി സംഘപരിവാർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങളെ തടയിടുക എന്നുള്ളത് CPMൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തന്നെ CPM നടത്തുന്നുണ്ടെന്ന് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടുണ്ടാകുന്നൊരു നേട്ടം ഈ പറയുന്ന ആരാധനാലയങ്ങൾ ഇതുപോലുള്ള ശക്തികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കുകയും നേരെ മറിച്ചൊരു മതേതര സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് കിട്ടേണ്ടുന്ന കുറേ ഗുണങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതിലൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു മതേതര പാരമ്പര്യം സൂക്ഷിക്കുന്ന എല്ലാവരുമായി സൗഹൃദം പങ്കിടുന്ന ഒരു ആരാധനാലയം എന്നുള്ള നിലക്ക് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകണം, അതിൻ്റെ മാനവികമായ ഒരു തലം ആളുകൾ അറിയണം എന്നുള്ള സതുദ്ദേശ്യമാണ് CPMന് ഉണ്ടായിരുന്നതെങ്കിൽ അത് പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് നടത്തിയ സമയം, അതിന് ക്ഷണിച്ച ആളുകൾ, അവിടെ നടത്തിയ രീതി, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സതുദ്ദേശം അല്ല അതിൻ്റെ പിന്നിലെന്ന് തോന്നിപ്പോവുകയാണ്. അജിംസ് സൂചിപ്പിച്ചതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ കത്ത്, ആശംസ അവിടെ വായിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന വാസവൻ തന്നെ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിമാർ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല. യോഗി ആദിത്യനാഥ് മാത്രമാണോ ഇങ്ങനെയൊരു മറുപടി നൽകിയിട്ടുണ്ടാവുക? ഇന്ത്യയിലെ വേറെ എത്ര സംസ്ഥാനങ്ങളിൽ അവരാരെങ്കിലുമൊക്കെ മറുപടി നൽകിയിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ മറുപടി മാത്രം അവിടെ വായിക്കുന്നു എന്നുള്ളതാണ്. അത് സത്യത്തിൽ അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയിൽ ഒരു വിള്ളലുണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വിദ്വേഷ പ്രചാരകനെ സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. മറ്റൊരു മന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? മാനവികതയ്ക്ക് വേണ്ടി ആഗോളതലത്തിൽ ഇതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയിലാണ് എന്നും കൂടി ഓർക്കുക. അപ്പം ഈ ആഗോള സംഘം ഇപ്പോൾ ഇത്രയും കാലം, ഇപ്പം ഈ പ്രതിപക്ഷ നേതാവൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇത്രയും കാലം 9.5 വർഷക്കാലം ഇതുപോലുള്ളൊരു പരിപാടിയെക്കുറിച്ച് പറയുന്നത് ആരും കേട്ടിട്ടില്ല. ഒരു ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദേശീയ അയ്യപ്പ സംഗമത്തെക്കുറിച്ചോ സംസ്ഥാനതല അയ്യപ്പ സംഗമത്തിനെക്കുറിച്ചോ ഒന്നും CPM പറയുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് എന്താണ്? വർഷങ്ങളുടെ ആലോചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി ഉരുത്തിരിഞ്ഞതെന്നാണ്. പക്ഷേ വർഷങ്ങൾ ഒരു സർക്കാർ ഒരു വിഷയം ആലോചിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരും. രാഷ്ട്രീയക്കാർ എവിടെയെങ്കിലും ഉന്നയിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കും, എന്തെങ്കിലും ഒരു രേഖ പുറത്തു വരും. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇത് വർഷങ്ങളായി ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അല്ലെങ്കിൽ ആ പരിപാടിക്ക് 4000 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് 600 ചില്ലാൻ ആളുകളാണ് വന്നത്. വർഷങ്ങളുടെ ചിന്തയുടെ ഫലമായി ഉണ്ടായ സംഭവമാണത്. അങ്ങനെയുള്ളൊരു പരിപാടി നമുക്കറിയാം. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിപാടി അല്ല എന്ന് CPM പറഞ്ഞാൽ അത് പൊതുജനങ്ങൾ വിശ്വസിക്കില്ല. സ്വാഭാവികമാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CPMനെ നേരത്തെ പൊള്ളിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. അന്നത്തെ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി CPMന് ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയവും CPM ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പഴി ഇപ്പോഴും അവർ കേട്ടുകൊണ്ടുമിരിക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെങ്കിലും ആ മുറിവ് ഉണക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് CPM ഇത് ചെയ്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ കണ്ടത്. അതിനിടയിൽ വെള്ളാപ്പള്ളിയും യോഗിയുമൊക്കെ മഹത്വവൽക്കരിക്കപ്പെടുന്ന നിമിഷം കൂടി വല്ലാതെ അരോചകമായി തോന്നുന്നു. ശരി, അങ്ങനെ വിവാദങ്ങളിലൂടെ വളർന്ന് ഇത് നടക്കുന്നതിൻ്റെ തൊട്ടു തലേന്ന് വരെ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് അത് ആരംഭിച്ചപ്പോഴും വിവാദങ്ങളിലൂടെയാണ് സംഗമം സഞ്ചരിക്കുന്നത്. ഇനി അവസാനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്നു കാണാം.